നമസ്കാരം. നോട്ട് എവരി ഹെൽപ്പ് റിസീവ്സ് ഗ്രാറ്റിറ്റ്യൂഡ്. നോട്ട് എവരി ലവ് ഈസ് വാല്യൂ. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി ലഭിക്കണമെന്നില്ല. എല്ലാ സ്നേഹത്തിനും വില കിട്ടണമെന്നുമില്ല. ഏറ്റവും കൂടുതൽ ആളുകളുടെ വിഷമം എന്താണ്? ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, പക്ഷെ തിരിച്ചെനിക്കൊന്നും ലഭിക്കുന്നില്ല. ഞാൻ ഒരിക്കലും ചെയ്ത കാര്യങ്ങൾക്കൊരു നന്ദി പ്രതീക്ഷിക്കുന്നേയില്ല. കാരണം ഞാൻ എൻ്റെ മനസ്സിൻ്റെ സന്തോഷം കൊണ്ട്, സ്നേഹം കൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തതാണ്. എന്നാൽ അവർ എൻ്റെ സ്നേഹത്തെ ഓർക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ അതുപോലും എനിക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ നന്ദിയില്ലാത്തവരായി മാറിയ ആളുകൾക്ക് വേണ്ടി എന്തിന് ഞാൻ ജീവിക്കണം? അല്ലെങ്കിൽ ഇനി ഞാൻ ആർക്കും ഒന്നും ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകളാണ്. നന്മയുള്ള നല്ല മനുഷ്യരുടെ മനസ്സിൽ കടന്നു വരുന്നതാണ്. ചിലപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യം, അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നം, അല്ലെ അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം, നമ്മൾ അത് സാധിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതം, നമ്മുടെ സമയം, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി അവസരങ്ങൾ ഒരുക്കി അവർക്ക് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ ചിലപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന സമയത്ത് പോലും താങ്ക്സ് എന്നൊരു വാക്ക് നമുക്ക് കിട്ടണമെന്നില്ല. പലപ്പോഴും അനുഭവപ്പെട്ടിട്ടില്ലേ? ജീവിതത്തിൽ പല സമയങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ നിങ്ങൾ വലിയ കാര്യമായിട്ട് ഒരാളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ചെയ്ത ഒരു കാര്യത്തിന് ആ നിമിഷം പോലും നന്ദിയില്ലാത്തവരായി മാറുന്നു. റേക്കിയിൽ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്. റേക്കി എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻ. ഞാൻ എൻ്റെ റേക്കി മാസ്റ്റർ ടീച്ചറാണ്. അതിൻ്റെ 3 വ്യവസ്ഥകളിൽ ഒന്നാമത്തെ വ്യവസ്ഥ അർഹതയുള്ളവനെ കൊടുക്കാവൂ. കൊടുക്കുന്നതിന് അർഹമായ മൂല്യം വാങ്ങിക്കണം. അതായത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് മൂല്യം തിരിച്ചറിയാത്തവരാണ് നന്ദിയില്ലാത്ത മനുഷ്യരായി മാറുന്നത്. കാരണം അവർക്ക് നിങ്ങൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടി ചെയ്യുന്ന എന്തോ ഒരു വലിയ കാര്യമാണ്. അതായത് അത് നമ്മുടെ കടമയാണ്, കടപ്പാടാണ്. അല്ലാതെ അത് അവരുടെ ആവശ്യമല്ല, അവർക്കതൊരു വലിയ മസ്റ്റേ അല്ല എന്നുള്ള രീതിയിലാണ്. ഈ ആഗ്രഹം ചിലപ്പോൾ നിങ്ങളോടായിരിക്കും നേരത്തെ പറഞ്ഞത്, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചില കാര്യങ്ങൾ ഒന്ന് നേടണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് നന്ദി ലഭിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മൂല്യമില്ലാത്തവരാകുമോ? എപ്പോഴെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മളൊരിക്കലും മൂല്യമില്ലാത്തവരാകില്ല. കാരണം നമ്മളുടെ സമയം, നമ്മുടെ സന്തോഷം, നമ്മളുടെ പ്രയത്നം എല്ലാം അവരെ സന്തോഷിപ്പിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനും മാറ്റിവെച്ചു. ഇത് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ, പല ബന്ധങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, ജോലി ചെയ്യുന്നിടത്ത്, സ്വന്തം ഭവനത്തിൽ, ഇവിടെയൊക്കെ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഒരാളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി, അല്ലെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സാധിക്കുവാൻ വേണ്ടി ആരും അവരുടെ കൂടെ ഇല്ലാത്തപ്പോൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ചില നന്മകൾ, അന്ന് അവർക്കത് ആദ്യമൊക്കെ അവരുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ തിളങ്ങി ഭയങ്കരമായിട്ടിരിക്കും, എന്തോ വലിയ കാര്യമാണ് ചെയ്യുന്നത്. പിന്നെ അതിന് വാല്യൂ ഇല്ലാതാവും. കാരണം അവർക്ക് നന്ദി എന്ന 2 അക്ഷരത്തിൻ്റെ മൂല്യം തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ, നിങ്ങളുടെ നന്ദിയുടെയൊക്കെ വാല്യൂ ഇല്ലാത്തത് കൊണ്ടല്ല. നിങ്ങളുടെ സ്നേഹം ഒരിക്കലും ആരിൽ നിന്നും അതിൻ്റെ വില കിട്ടണമെന്നില്ല. നിങ്ങളുടെ സ്നേഹത്തിന്, നിങ്ങളുടെ സമാധാനത്തിന് മറ്റൊരാൾ വില നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് നിങ്ങളുടെ തെറ്റാണ്. ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കരുത്. കാരണം ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിന് ഒന്നും പ്രതീക്ഷിക്കേണ്ട, സ്നേഹവും പ്രതീക്ഷിക്കേണ്ട. അതും കിട്ടില്ല. പ്രത്യേകിച്ച് പഴയ ആളുകളുടെ ഇടയിൽ കുറേ കൂടെ ആ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ മീനിങ് അറിയാം. പുതിയ ആളുകൾ പലർക്കും അതിൽ ബോധേഡല്ല. പുതിയ വ്യക്തികൾ പലർക്കും അത് ബോധേഡല്ല. അത് തലമുറകളുടെ കാര്യമൊന്നുമല്ല, അത് ചില ആളുകളുടെ സ്വഭാവമാണ്. ചില വ്യക്തികൾക്ക് മറ്റൊരുള്ളവരിൽ നിന്നും നേടിയെടുക്കാനുള്ളത് നേടിക്കഴിഞ്ഞാൽ അവർ ആ നിമിഷം
അവർക്ക് എതിരെ തിരിയും. അതിനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നന്ദിയുള്ളവർ ഒരിക്കലും മറ്റൊരാൾക്കെതിരെ ഒന്നും ചെയ്യാൻ പോകില്ല. അവരാരെയും ദ്രോഹിക്കില്ല, അവരാരോടും ഇതാക്കില്ല. അവരുടെ മനസ്സിലെന്നും അത് പുറത്ത് കാണിച്ചില്ലെങ്കിലും അങ്ങനെയുള്ള നന്മയുള്ള ഒത്തിരി ആളുകൾ ഈ ലോകത്തിലുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ട് നന്ദി കാണിക്കാൻ പറ്റാത്ത, പക്ഷേ ഭൂരിപക്ഷം പേരും നന്ദിയുടെ വില അറിയാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഇനിയും ആ നന്ദി മാത്രമല്ല, നിങ്ങൾ ഒരിക്കലും നന്ദി പ്രതീക്ഷിക്കുന്നില്ല, പകരം സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില അവർക്ക് തിരിച്ചറിയില്ല എന്ന സത്യം മനസ്സിലാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയ്തു കൊടുക്കുക. അത് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സ്വപ്നവും ബലി കഴിച്ചിട്ടാവരുത്, നിങ്ങളെ ഇല്ലാതാക്കിയിട്ടാവരുത്. അങ്ങനെ വന്നാൽ ജീവിതത്തിൽ ഒരിക്കലും മനസ്സമാധാനം കിട്ടില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവർക്ക്, നന്ദിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. മറ്റൊരാളുടെയും ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒന്നും കിട്ടില്ല. നിങ്ങൾ ദൈവത്തിന് നല്ലത് ചെയ്യുക, ദൈവം അതിനുള്ള ഫലം എന്നായാലും നിങ്ങൾക്ക് തരും. ഒരിക്കലും കർമ്മ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ചെയ്യുന്നതിൻ്റെ ഫലം അവരവരനുഭവിച്ചിരിക്കും. നമ്മളതിനെക്കുറിച്ച് ഇതാക്കണ്ട, നമ്മൾ സ്വയം പഴിക്കണ്ട, ആരെയും ശപിക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം നല്ലൊരു ജീവിതം തരട്ടെ, നിങ്ങളുടെ ജീവിതം നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. താങ്ക് യു.